പാവപ്പെട്ടവന്റെ അവകാശമെന്ന നിലയിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതി ഒന്നാം UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നടപ്പാക്കിയതാണ്. ആ ഗവൺമെന്റിന് ഇടതുപക്ഷം പിന്തുണ നൽകിയിരുന്നത് കൊണ്ട് മാത്രം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. എന്നാൽ 2014 മുതൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഈ പദ്ധതി ഇല്ലാതാക്കാനുള്ള ആസൂത്രണപരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും പദ്ധതി തകർക്കാനാകാത്ത സ്ഥിതി വന്നപ്പോഴാണ് ഇപ്പോൾ നിയമം തന്നെ മാറ്റാനുള്ള ബില്ലുമായി കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് പോലും വെട്ടിമാറ്റിയിരിക്കുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന് പകരം BBG റാംജി എന്നാണ് പുതിയ പേര്. ജോലി ചോദിച്ചു വാങ്ങുവാനുള്ള അവകാശം ഒരു തൊഴിലാളിക്ക് ഉണ്ട്. പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ആ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. തൊഴിൽ നൽകുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയാണ് കേന്ദ്രം ചെയ്യുക. BJP വിരുദ്ധ എതിരായിട്ടുള്ള സർക്കാരുകൾക്കെല്ലാം സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണമായ ചുമതല വഹിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നത് പരിപൂർണമായി ഉപേക്ഷിച്ച് അതിന്റെ ഒരു ഭാഗം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ പലപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിൽ വളരെ കുഴപ്പത്തിലിരിക്കുന്നു. ഈ പുതിയ പരിഷ്കരണം വഴി കേരളത്തിന് 1600 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഉണ്ടാവുക. സംസ്ഥാനങ്ങളുടെ മേൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ്. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെയും സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. നിശ്ചിത ടാർഗറ്റിനപ്പുറം അധികമായി സൃഷ്ടിക്കുന്ന ഓരോ തൊഴിൽ ദിനത്തിന്റെയും ബാധ്യത ഇനി സംസ്ഥാന സർക്കാർ വഹിക്കണം. കാർഷിക സീസണുകളിൽ ജോലി നൽകേണ്ടതില്ലെന്ന നിർദ്ദേശം സാധാരണക്കാരെ വീണ്ടും ഭൂ ഉടമകളുടെ ആശ്രിതരാക്കി മാറ്റി. ആധാർ അധിഷ്ഠിത ഹാജർ സംവിധാനം കൊണ്ടുവന്ന് സാങ്കേതിക പരിജ്ഞാനം കുറഞ്ഞ തൊഴിലാളികളെ പുറന്തള്ളാനാണ് ശ്രമം നടക്കുന്നത്. രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളത്തിലെ 40 ലക്ഷത്തോളം കുടുംബങ്ങളെ ഈ നിയമ ഭേദഗതി നേരിട്ട് ബാധിക്കുവാൻ പോവുകയാണ്. സംസ്ഥാനത്തിന്റെ ഗ്രാമീണ വികസനത്തിന് ഈ പദ്ധതി നൽകിയ സംഭാവനകൾ മറക്കാനാവില്ല. അതിനെയാണ് കേന്ദ്രം തകർക്കുന്നത്. കേരളത്തിന് അനുവദിക്കുന്ന തൊഴിൽ ദിനങ്ങൾ കേന്ദ്രം ഓരോ വർഷവും മനഃപൂർവ്വം വെട്ടിച്ചെടുക്കുകയാണ്. സോഷ്യൽ ഓഡിറ്റിംഗും ഓംബുഡ്സ്മാൻ നിയമനവും വഴി 100% സുതാര്യത ഉറപ്പാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഈ ബില്ല് പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇതിൽ നിന്ന് കേന്ദ്രം അടിയന്തരമായി പിന്മാറണം. ഈ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരായി എല്ലാ തലത്തിലുമുള്ള ജനരോഷം ഉയരേണ്ടത് നാടിന്റെ അനിവാര്യതയാണെന്ന് നാം തിരിച്ചറിയുക. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ജനകീയ പോരാട്ടങ്ങൾ നേതൃത്വം നൽകുക. എന്തുമാത്രം ക്രൂരത, ദയാരഹിതമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നും കാണാൻ നമുക്ക് കഴിയുന്നത്.